Hello, my dear students. Assalamu alaikum and very good morning to one and all. Welcome back to my new class, Data Structure using C. In previous class, I discussed the various types of linked list. Today, I am going to take how to insert a node or element to our linked list. Before moving to our topic, we discussed the basic operations on linked list. What are the basic operations? First one, creation, insertion, deletion, traversing and searching. നമ്മളൊരു വാല്യൂ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോഡ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എലമെൻറ്റ്സ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്രിയേഷൻ എന്താണെന്ന്. ക്രിയേഷൻ ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് നമ്മൾ സിയിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഒരു നോഡിന് രണ്ട് പാർട്ടാണ് ഉണ്ടാവുക. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാറ്റ പാർട്ടും അതുപോലെ ലിങ്ക് ഓർ പോയിന്റർ പാർട്ട്. ഡാറ്റ പാർട്ട് എന്ന് പറഞ്ഞാൽ എനി ടൈപ്പ്, നമുക്ക് ഇൻഡിജർ ആവാം, ക്യാരക്ടർ ആവാം, എന്ത് തരത്തിലുള്ള ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡാറ്റ പാർട്ടിൽ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ലിങ്ക് അല്ലെങ്കിൽ പോയിന്റർ പാർട്ട് എന്താണത്? നെക്സ്റ്റ് നോഡിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാർട്ടാണ് നമ്മളുടെ ലിങ്ക് പാർട്ട്. ഇതാണ് ഇവിടെ നമ്മൾ ക്രിയേഷൻ നടത്തുന്നത്. സ്ട്രക്റ്റ് നോഡ്, നമ്മൾ നോഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന് പേര് കൊടുക്കുക. നോഡ് ഇൻഡിജർ ആയിട്ടൊരു ഡാറ്റ പാർട്ടും കൊടുത്തിട്ടുണ്ട്. നോഡ് ഒരു സ്ട്രക്ചർ ആയിട്ട്, അതായത് നമ്മൾ ഇതിന് പോയിന്റർ ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞതൊരു പോയിന്റർ പാർട്ടാണ്. ദെൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലോക്കേറ്റ് എ ന്യൂ നോഡ്, ഇൻസേർട്ട് ന്യൂ എലമെന്റ്, മേക്ക് ന്യൂ നോഡ് പോയിന്റ് ടു നൾ, ദെൻ ക്രിയേറ്റ് ഹെഡ് ടു പോയിന്റ് എ ന്യൂ നോഡ്. ഫസ്റ്റ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഐറ്റം ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എലമെന്റ് ആണ്. ആ എലമെന്റിനെ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോഡിന്റെ ഡാറ്റ പാർട്ടിലേക്കാണ് നമ്മളിവിടെ ഐറ്റം കൊടുത്തിരിക്കുന്നത്. ഇത് പോയിന്റ് ചെയ്യാനാണ്. ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോഡിന്റെ ഡാറ്റ പാർട്ട് എന്ന് കാണിക്കാനാണ് ഇതിവിടെ കാണിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐറ്റം അസൈൻ ചെയ്യുന്നു. ന്യൂവിന്റെ ലിങ്ക് അല്ലെങ്കിൽ പോയിന്റർ പാർട്ടിലേക്ക് നൾ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നു. ദെൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഡിനെ നമ്മൾ ഇടുന്നു. ഈ ന്യൂവിന്റെ ഡാറ്റ പ്ലസ് ലിങ്ക് കൂടിയതാണ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ന്യൂവിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നു. ദെൻ ഇവിടെ ക്ലിയർ ആണ്. ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ നോഡ്. ആ നോഡിന് ഒരു ഡാറ്റ പാർട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാർട്ടും ഉണ്ട്, ഒരു പോയിന്റർ പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ടും ഉണ്ട്. ഇതാണ് നമ്മളെ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റർ. ഹെഡ് എപ്പോഴും ഫസ്റ്റ് നോഡിനെ, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യാനാണ് നമ്മൾ ഹെഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നോഡ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുക. പുതിയതായിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ നോഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ നോഡിന്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം, നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റം എ എന്ന് പറയുന്നതാണ്. എ എന്ന് പറഞ്ഞ വാല്യൂ ഈ ന്യൂ നോഡിന്റെ ഡാറ്റയിലേക്ക് എടുത്തു. ദെൻ ന്യൂവിന്റെ ലിങ്ക് ഈക്വൽ ടു നള്ള്. ന്യൂവിന്റെ ലിങ്ക് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേറൊരു നോഡ് ഇല്ല, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ലാസ്റ്റ് പോയിന്ററിനെ നമ്മൾ നള്ളാക്കുന്നത്. ദെൻ ഹെഡ് ഈക്വൽ ടു ന്യൂ. ഈ ന്യൂവില് ഇൻഫർമേഷൻ പാർട്ടും പോയിന്റർ പാർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു അഡ്രസ്സായി. ആ അഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എങ്കിലാണ് നമുക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ ന്യൂ നോഡിന്റെ അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ അഡ്രസ്സിലേക്ക് പോവും. അഡ്രസ്സിൽ പോയാൽ ന്യൂ നോഡ് കിട്ടും. ന്യൂ നോഡിന് ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാവും, അതുപോലെ ഒരു ലിങ്ക് പാർട്ടും ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെഷൻ നമുക്ക് ഇൻസേർഷൻ ആണ്. അടുത്ത ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് ഇൻസേർഷൻ ആണ്. എന്താണ് ഇൻസേർഷൻ? ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ് അറ്റ് എ സ്പെസിഫൈഡ് പൊസിഷൻ. നമ്മൾ പറയുന്ന ഒരു പൊസിഷനിലേക്ക് പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്താവും, ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആവാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നോഡാണ് ഫസ്റ്റ് നോഡ്. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ സ്റ്റെപ്പ് അതിൽ ഉണ്ടാവില്ല. അതായത് ഇവിടെ ഹെഡ് ഈക്വൽ ടു നള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവുക, ഇങ്ങനെ ഒരു നോഡ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസേർട്ട്
ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് നോഡാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് നോഡായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് വേറെ 3 കേസുകൾ ഇവിടെ പറയുന്നുണ്ട്. ആസ് ദ ന്യൂ ഫസ്റ്റ് എലമെന്റ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ ലാസ്റ്റ് എലമെന്റ് ആവാം. ഫസ്റ്റ് എലമെന്റ് ഉണ്ട്, ചിലപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെന്റ് എന്നും പറയാം. ബിഫോർ എ ഗിവൺ വാല്യൂ, നമ്മൾ ഒരു 10 ഡാറ്റാസ് ഉള്ള അല്ലെങ്കിൽ 10 നോഡ്സ് ഉള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 8ാമത്തെ നോഡിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ 8ാമത്തെ വാല്യൂവിൻ്റെ മുൻപായിട്ട് നമുക്ക് ചെയ്യണം എന്ന് പറയാം. അതല്ലെങ്കിൽ 8ാമത്തെ വാല്യൂവിൻ്റെ ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയാം. അങ്ങനെ 4 കേസായിട്ടാണ് നമ്മൾ ഇൻസേർഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻസേർട്ടിങ് അറ്റ് ദ ബിഗിനിങ്. ഒരു നോഡിനെ നമ്മൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അലോക്കേറ്റ് എ ന്യൂ നോഡ് നമുക്ക് വാങ്ങണം. ദെൻ ഇൻസേർട്ട് ന്യൂ എലമെന്റ്, മേക്ക് ന്യൂ നോട്ട് ടു പോയിന്റ് ടു ഓൾഡ് ഹെഡ്, അപ്ഡേറ്റ് ഹെഡ് ടു പോയിന്റ് എ ന്യൂ നോഡ്. എന്താ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്ത് ആ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നോഡാണ് നമ്മൾ വാങ്ങുന്നത്. അതിൻ്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം, ലിങ്ക് ഈക്വൽ ടു ഹെഡ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു ഹെഡ് ഈക്വൽ ടു ന്യൂ. അതായത് നമ്മൾ ബിഗിനിങ്ങിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിക്ചർ ശ്രദ്ധിക്കുക. ഇതാണ് ഹെഡ്. ഇവിടെ നമ്മളൊരു ഹെഡ് ഉണ്ടായിരുന്നു, ഈ പോയിന്റർ മാത്രം. ദെൻ ഈ പോയിന്റർ കൊടുത്തിരിക്കുന്നത് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്കൻഡ് വൺ, ഈ പോയിന്റിലേക്കാണ്. അതായത് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന 2 നോഡ്സ് ഈ ബി എന്ന് പറഞ്ഞ നോഡും ഈ സി എന്ന് പറഞ്ഞ നോഡുമാണ്. ഈ 2 നോഡും മാത്രം ഉണ്ടായിരുന്ന ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇവിടെ എ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഈ ഹെഡ് പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ ബി എന്ന് പറഞ്ഞ നോഡിനെയാണ്, ബി പോയിന്റ് ചെയ്തിട്ടുള്ളത് സി എന്ന് പറഞ്ഞിട്ടുള്ള നോഡാണ്. സിയുടെ പോയിന്റർ പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ട് നള്ളാണ്. അതായത് ഈ 2 നോഡുകളെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഒരു നോഡ് കൂടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞ് ക്രിയേറ്റ് എ ന്യൂ നോഡ്, ന്യൂവിൻ്റെ ഡാറ്റയിലേക്ക് ഐറ്റം എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ന്യൂവിൻ്റെ ഡാറ്റയിലേക്ക് ഐറ്റം എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ന്യൂ നോഡിൻ്റെ ഡാറ്റ പാർട്ടിലേക്ക് ഐറ്റം എ ആണ്, എ നമ്മളിവിടെ അസൈൻ ചെയ്ത്. പിന്നെ എന്താ ചെയ്യേണ്ടത്, ന്യൂവിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ന്യൂവിൻ്റെ ലിങ്ക് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടല്ലേ നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ന്യൂവിൻ്റെ ലിങ്കിലേക്ക് ബിയുടെ അഡ്രസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ബിയുടെ അഡ്രസ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ ഹെഡിലാണ് ഉണ്ടാവുക. അതായത് ഹെഡാണ് നേരത്തെ ബീനെ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂവിൻ്റെ ലിങ്കിലേക്ക് അല്ലെങ്കിൽ ന്യൂവിൻ്റെ പോയിന്ററിലേക്ക്, ന്യൂവിൻ്റെ ലിങ്കിലേക്ക് നമ്മൾ ഹെഡിലുണ്ടായിരുന്ന ഡാറ്റ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഹെഡിലുണ്ടായിരുന്ന ഡാറ്റ ന്യൂവിൻ്റെ ലിങ്കിലേക്ക് ഇവിടെ വരും. ദെൻ ഹെഡ് ഈക്വൽ ടു, ഹെഡിൽ ഇപ്പോൾ ഒന്നുമില്ല, ആ ഡാറ്റ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഹെഡിൽ പിന്നെ എന്താണ് പോയിന്റ് ചെയ്യേണ്ടത്, ഈ പുതുതായിട്ട് വന്ന നോഡ്, അതായത് എ എന്ന് പറഞ്ഞ നോഡ് അല്ലെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോഡിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അതായത് ന്യൂ നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇൻസേർട്ട് ചെയ്ത നോഡിൻ്റെ ഡാറ്റ പാർട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നോഡ് ഇതാണ്, അതിൻ്റെ അഡ്രസ്സ് ഹെഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹെഡിൽ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് ഇട്ട് ദെൻ ഹെഡിലത്തെ അഡ്രസ്സ് മാറ്റിയിട്ട് ന്യൂവിൻ്റെ അഡ്രസ്സ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ആയിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ അടുത്ത നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അലോക്കേറ്റ് എ ന്യൂ നോഡ്, ദെൻ ഇൻസേർട്ട് ന്യൂ എലമെന്റ്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് രണ്ടും. സെർച്ചിങ് ദ ലാസ്റ്റ് അല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഉള്ള നോഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഹാവ് ഹോൾഡ് ലാസ്റ്റ് നോഡ് പോയിന്റ് ടു ന്യൂ നോഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് നോഡിൻ്റെ പോയിന്റർ പാർട്ട് നള്ളായിട്ടാണ് ഇരിക്കേണ്ടാവുക. നള്ളല്ല ഇനി നമുക്ക് വേണ്ടത്, പുതിയതായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ന്യൂവിൻ്റെ അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. ദെൻ അപ്ഡേറ്റ് ന്യൂ നോഡ് ദാറ്റ് പോയിന്റ്സ് ടു നള്ള്. പുതിയ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള നോഡിൻ്റെ പോയിന്റർ എന്താവണം, നള്ളായിട്ട് മാറ്റുകയും ചെയ്യണം. ഓക്കെ, അൽഗോരിതം പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് എ ന്യൂ നോഡ്, ന്യൂവിൻ്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം, നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. ദെൻ പോയിന്റർ ഈക്വൽ ടു ഹെഡാക്കിയിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്, വൈൽ പോയിന്ററിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാവുന്നത് വരെ, പോയിന്ററിൻ്റെ ലിങ്ക് എപ്പോഴാണോ നള്ളാവുന്നത് അതുവരെ നമുക്ക് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോയിന്റർ ഈക്വൽ ടു പോയിന്റർ ലിങ്ക്, അതായത് അടുത്ത എലമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെഡ് എടുക്കും, ദെൻ പോയിന്ററിൻ്റെ ലിങ്ക്, രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ലൂപ്പ്, പോയിന്ററിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാവുന്നത് വരെ. നോട്ട് ഈക്വൽ ടു നള്ളാവുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് എത്തണം അല്ലേ. ഇവിടെ നോക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു നള്ളല്ല, അങ്ങനെ ലാസ്റ്റ് എത്തുന്നത് വരെ ഇത് വർക്ക് ചെയ്യും. ബിയും സിയും കഴിഞ്ഞിട്ടാണ് നമുക്ക് എ എടുക്കേണ്ടത്. എ എന്ന് പറഞ്ഞിട്ടുള്ള നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻസേർട്ട് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്തു, ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് i = i+1 എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊടുക്കുകയാണ് പോയിന്റർ ഈക്വൽ ടു പോയിന്റർ ലിങ്ക്. അതായത് പോയിന്റർ ഈക്വൽ ടു
ഈ പോയിന്റിന്റെ ലിങ്കിൽ എന്താണോ ഉള്ളത്, ഈ അഡ്രസ്സ്. അപ്പോൾ ഇതിലേക്ക് ചാടും. ദെൻ ഇവിടെ നോക്കും പോയിന്റിന്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണ്. അപ്പോൾ നമ്മൾ പോയിന്റർ ഈക്വൽ ടു പോയിന്റിന്റെ നൾ, അങ്ങനെ ലാസ്റ്റ് എത്തുന്നത് വരെ നമുക്ക് വർക്ക് ചെയ്യും. എവിടെയാണോ നള്ളെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ, അതായത് നള്ളെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെ ലാസ്റ്റ് നോഡ് എത്തി എന്നാണ്. ആ ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞാൽ പോയിന്ററിന്റെ ലിങ്കിലേക്ക് ന്യൂ ആക്കി, അതായത് ലാസ്റ്റ് നോഡ് ഇതായിരുന്നു അല്ലേ, സോറി, ലാസ്റ്റ് നോഡ് ഇതായിരുന്നു. ഇത് എത്തിക്കഴിഞ്ഞാൽ പോയിന്ററിന്റെ ലിങ്കിലേക്ക് ന്യൂ നോഡാക്കി. ഓക്കെ, പോയിന്ററിന്റെ ലിങ്കിലേക്ക് ന്യൂ നോഡിന്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്ത് ദെൻ നമ്മളിവിടെ ഇതിപ്പോൾ ഇൻസേർട്ടായി. ഈ ബോഗി നമ്മൾ ഇതിനോട് കൂടി കമ്പൈൻ ചെയ്ത് ന്യൂവിൻ്റെ ലിങ്ക് നള്ളാക്കി വെച്ച്. ലാസ്റ്റായിട്ട് ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല. അവസാനമായിട്ട് മൂന്നാമത്തെ ഒരു എലമെൻറ്റ് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്ത് അതിനി എവിടേക്കും കണ്ടിന്യൂ ചെയ്യണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂവിൻ്റെ ലിങ്ക് നള്ളാക്കി വെക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കീ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അലോക്കേറ്റ് എ ന്യൂ നോഡ്, ഇൻസേർട്ട് ന്യൂ എലമെൻറ്റ്, searching the given node, store the previous node, update new to point to the previous node link, update previous node to point to a new node. അൽഗോരിതം സെയിം ആണ് നമ്മൾ പറയുന്നത്. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂവിൻ്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞത് സ്റ്റെപ്പ് തന്നെയാണ്. പോയിന്റർ ഈക്വൽ ടു ഹെഡ്, അതായത് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് പോലെയാണ് പോയിന്റർ ഈക്വൽ ടു ഹെഡ്. പോയിന്ററിൻ്റെ ഇൻഫോ പാർട്ട്, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പോയിന്ററിൻ്റെ ലിങ്ക് പാർട്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പോയിന്ററിൻ്റെ ഇൻഫോ പാർട്ട് നോട്ട് ഈക്വൽ ടു ഡാറ്റ, അതായത് ഒരു 10 എലമെൻ്റ് ഉള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ 8ാമത്തെ എലമെൻറ്റിൻ്റെ മുൻപായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്ററിൻ്റെ ഇൻഫർമേഷൻ പാർട്ട് ഈ 8 ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 8 ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്യും. പോയിന്റർ ഈക്വൽ ടു പോയിന്റർ ലിങ്ക്, അതായത് ഐ ഈസ് ഈക്വൽ ടു i+1. അടുത്ത ലിങ്കിലേക്ക് വരും, അടുത്ത ലിങ്ക് വീണ്ടും ചോദിക്കും 8 ആയോ, ഇല്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 1 2 3 7 കഴിഞ്ഞ് 8 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, temp ഈക്വൽ ടു പോയിന്റർ, അതായത് നമ്മൾ ആ വാല്യൂ അവിടെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് നമ്മളവിടെ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂവിൻ്റെ ലിങ്ക്, അതായത് നമ്മൾ പുതിയ കൊടുക്കുന്ന ലിങ്കിൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, 8ൻ്റെ മുന്നല്ലേ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ടെമ്പിൽക്ക് 8 നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിലുണ്ടാവുന്ന ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു, ടെമ്പിൻ്റെ ലിങ്കിൽക്ക് പുതിയ ലിങ്ക് കോപ്പി ചെയ്യുന്നു. ഫിഗർ നോക്കുക, ഇതാണ് ഹെഡ്. ഇങ്ങനെ ഒരു ഡാറ്റ ഇവിടെ ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. ബി ആണ് നമ്മൾ വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ബിയുടെ തൊട്ട് മുന്നായിട്ട് നമുക്ക് സി ഇൻസേർട്ട് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്യും, ന്യൂവിൻ്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം. അപ്പോൾ എന്താ ചെയ്യുക, ന്യൂവിൻ്റെ ഡാറ്റ ഈക്വൽ ടു ഐറ്റം എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ പോയിന്റർ ഈക്വൽ ടു ഹെഡ്, പോയിന്റർ ഈ ഹെഡ് ആക്കി വെച്ച്, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, വൈൽ പോയിന്ററിൻ്റെ ഇൻഫോ നോട്ട് ഈക്വൽ ടു ഡാറ്റ, പോയിന്ററിൻ്റെ ഇൻഫർമേഷൻ പാർട്ട് ഡാറ്റ ഉണ്ട് അല്ലേ, ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരണം, നമുക്ക് എത്തി. ദെൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടേക്ക് കയറുന്നില്ല, പോയിന്റർ ഈക്വൽ ടു പോയിന്ററിൻ്റെ ലിങ്ക്, അതായത് ഈ നോഡിൽ നിന്ന് കടന്ന് നമ്മൾ ഈ ലിങ്കിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലിങ്കിലേക്ക് എത്തുമ്പോൾ ഇവിടെ പോയിന്ററിൻ്റെ ഡാറ്റ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡാറ്റ ഉണ്ടല്ലോ, അതിവിടെ കടക്കുമ്പോൾ ടെമ്പ് ഈക്വൽ ടു പോയിന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് ദെൻ പോയിന്ററിലേക്ക് കടന്ന് രണ്ടാമത്തെ ഡാറ്റ എത്തുമ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് നമ്മളിവിടെ ചോദിക്കും, പോയിന്ററിൻ്റെ ഡാറ്റ ഈക്വൽ ടു വാല്യൂ ആണോ, ബി ആണ് അല്ലേ, ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ടെമ്പ് ഈക്വൽ ടു പോയിന്റർ എക്സിറ്റ് ചെയ്ത് ന്യൂവിൻ്റെ ലിങ്കിൽക്ക് നമ്മൾ എന്ത് ചെയ്ത്, ന്യൂവിൻ്റെ ലിങ്കിൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പ് ഇതാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ടെമ്പിൻ്റെ അഡ്രസ്സ്, അതായത് ടെമ്പിലുണ്ടായിരുന്ന അഡ്രസ്സ് ബിയുടെ അഡ്രസ്സാണ്, ആ ബിയുടെ അഡ്രസ്സ് ഇവിടത്ത് കൊടുത്ത് ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അടുത്തത് ടെമ്പിൻ്റെ ലിങ്കിൽക്ക് ന്യൂ കൊടുക്കണം. ഇവിടെ ഇതാണ് ടെമ്പ്, ഈ ടെമ്പിൻ്റെ അഡ്രസ്സ്, അതായത് ടെമ്പ് പിന്നെ പോയിന്റ് ചെയ്യേണ്ടത് ഈ ന്യൂ നോഡാണ്, സി ആണ്, അതവിടെ ചെയ്യാം. ഓക്കെ, ദെൻ ഇൻസേർട്ടിങ് ആഫ്റ്റർ ഗിവൺ എ വാല്യൂ, നമ്മൾ പറഞ്ഞപ്പോൾ ഒരു 8 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 8 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ, അതായത് 9ാമത്തെ നോഡായിട്ടാണ് നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അലോക്കേറ്റ് എ ന്യൂ നോഡ്, ഇൻസേർട്ട് ന്യൂ എലമെൻറ്റ്, സെർച്ചിങ് ദ നോഡ്, അപ്ഡേറ്റ് ന്യൂ ടു പോയിന്റ് ടു ദി ലിങ്ക് ഓഫ് ദ ഗിവൺ നോഡ്, അപ്ഡേറ്റിംഗ് ഗിവൺ നോഡ് ടു പോയിന്റ് ടു ന്യൂ നോഡ്. ഇവിടെ നമ്മൾ പ്രീവിയസ്
നോഡിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടെമ്പ് വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ ന്യൂ നോഡ് ഉണ്ടാക്കി ന്യൂൻ്റെ ഡാറ്റയിലേക്ക് നമ്മൾ ഐറ്റം കൊടുക്കാൻ പറഞ്ഞ് ദെൻ പോയിന്റർ ഈക്വൽ ടു ഹെഡ്, അതായത് i is equal to 0. ദെൻ വൈൽ പോയിന്ററിൻ്റെ ഇൻഫോ നോട്ട് ഈക്വൽ ടു ഡാറ്റ എത്തുന്നത് വരെ 8 എത്തുന്നത് വരെ നമുക്ക് വർക്ക് ചെയ്യണം. പോയിന്റർ ഈക്വൽ ടു പോയിന്ററിൻ്റെ ലിങ്ക് i is equal to i+1. ഓരോ നോഡായിട്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. എപ്പോഴാണോ ഈക്വൽ ടു ഡാറ്റ എത്തുന്നത്, അതായത് പോയിന്ററിൻ്റെ ഇൻഫർമേഷൻ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ, 8ാമത്തെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യേണ്ടത്, 8 എന്ന് പറഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞാൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കും. ന്യൂൻ്റെ ലിങ്ക് ഈക്വൽ ടു പോയിന്ററിൻ്റെ ലിങ്ക്, പോയിന്ററിൻ്റെ ലിങ്ക് ഈക്വൽ ടു ന്യൂ. അതായത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഹെഡ് എടുത്ത് ദെൻ ഡാറ്റയുടെ ലിങ്ക് എടുത്ത് ഇത് പോയി ചെക്ക് ചെയ്ത്, ഇവിടെ അല്ല നമ്മൾ 8, ഇപ്പോൾ നമ്മൾ 8 അല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യും, എ ആണ്, അവിടെ നമുക്ക് ചെയ്യേണ്ട. ദെൻ പോയിന്റർ ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്, പോയിന്ററിൻ്റെ ലിങ്ക്, അത് അവിടെ ചെയ്യുന്നു. പോയിന്ററിൻ്റെ ലിങ്ക് ഇൻസേർട്ട് ചെയ്യും, ഇൻസേർട്ട് ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ഇൻക്രിമെൻ്റ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കും പോയിന്ററിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്, പോയിന്ററിൻ്റെ ഇൻഫോ നോട്ട് ഈക്വൽ ടു ഡാറ്റയാണോ. നമ്മൾ ഈക്വലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂൻ്റെ ലിങ്കിലേക്ക് പോയിന്ററിൻ്റെ ലിങ്ക് കൊടുക്കണം. അതായത് ബി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ബി ആയി, ന്യൂൻ്റെ ലിങ്കിലേക്ക് ബീൻ്റെ ലിങ്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള പോയിന്ററിൻ്റെ ലിങ്ക് ഇതുള്ളതാണ്, അതായത് ഡിയിലേക്ക് പോകേണ്ട ലിങ്കാണ്. അതെടുത്തിട്ട് നമ്മൾ ന്യൂൻ്റെ നോഡിലേക്ക് ഇവിടെ കൊടുക്കും. ദെൻ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പോയിന്ററിൻ്റെ ലിങ്ക് ഈക്വൽ ടു ന്യൂ, അതായത് പോയിന്ററിൻ്റെ ലിങ്ക്. പിന്നെ ഈ പോയിന്റ് ചെയ്യേണ്ടത് ഇവിടേക്കല്ല, ഇവിടേക്കാണ്. ഇങ്ങനെ ന്യൂവിലേക്ക് പോയിന്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വാല്യൂ തന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. In our next class, we shall be talking about how to perform deletion operation. Hope you clear. Let me conclude. Thank you.